പാപത്താൽ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യകുലത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനിലൂടെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യ സ്ത്രീയുടെ സഹകരണം ദൈവം അനിവാര്യമാക്കുന്നു. ദൈവഹിതം നിറവേറ്റുവാൻ ക്ഷണിക്കപ്പെട്ട സ്ത്രീരത്നമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഒരുക്കമായുള്ള 8 നോമ്പിന്റെ പുണ്യദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ പുണ്യദിനങ്ങളിൽ അമ്മയുടെ ജീവിതം നമുക്ക് ധ്യാന വിഷയമാക്കാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന അമ്മയെയാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. ദൈവവചനത്തിന് പ്രത്യുത്തരം നൽകുന്ന മറിയത്തിന്റെ ജീവിതം ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്തിന്റെ ആദ്യപടി ദൈവവചനം നിറവേറുമെന്ന പ്രത്യാശയാണ്. ഇപ്രകാരം വിശ്വസിക്കുന്ന വ്യക്തി ദൈവവചനം സ്വീകരിക്കുന്നു. വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വചനത്തിന് സ്വയം സമർപ്പിക്കുന്നു. വചനത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ സന്നദ്ധയാവുക എന്നുള്ളതാണ്. അങ്ങനെ വചനം അനുസരിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അന്വർത്ഥമായി. തന്നെ എന്തിനായി ദൈവം തിരഞ്ഞെടുത്തുവോ അത് തന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറിയം ദൈവവചനം സ്വീകരിക്കുന്നു. ആ വചനത്തിന് സ്വയം സമർപ്പിക്കുന്നു. അതനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നു. മംഗളവാർത്ത മുതൽ ശിശുവിന് ജന്മം നൽകുന്നതുവരെ അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടവും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന ശിമയോന്റെ പ്രവചനവും കാൽവരിയിലെ സംഭവങ്ങളും എല്ലാം അവൾ ശിരസാ വഹിച്ചത് ദൈവഹിതത്തിൽ അവൾ സുരക്ഷിതത്വം കണ്ടെത്തിയതുകൊണ്ടാണ്. 8 നോമ്പാചരണം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകണമെങ്കിൽ, അതിന്റെ സൽഫലങ്ങൾ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ മറിയത്തെ പോലെ വചനം സ്വീകരിക്കുകയും ആ വചനത്തിന് സ്വയം സമർപ്പിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാവുകയും വേണം. ദൈവവചനത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് ആ വചനത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നാം നിർബന്ധിതരാവുന്നത്. ഒരുപക്ഷെ മറിയത്തിന്റെ സാഹചര്യമായിരിക്കുകയില്ല നമ്മുടേത്. ഇന്നത്തെ സാഹചര്യത്തിൽ നാം തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരങ്ങളിൽ, തിരസ്കരിക്കപ്പെടുന്നതായ നിമിഷങ്ങളിൽ, സ്വയത്തെ വിട്ടുകൊടുക്കേണ്ടതായ അവസരങ്ങളിൽ, സാഹചര്യങ്ങൾ നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറിയത്തെ പോലെ ദൈവവചനത്തിൽ അഭയം പ്രാപിക്കുവാൻ, ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിനുള്ള ദിവസങ്ങളായിരിക്കട്ടെ ഈ നോമ്പിന്റെ പുണ്യദിനങ്ങൾ. അപ്പോൾ മറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.